ഹേ ഗായ്സ്, നല്ല മാങ്ങക്കാലമൊക്കെ അല്ലേ. അപ്പോൾ ഒരു ഇടിമാങ്ങ ഉണ്ടാക്കിയാലോ. അതിന് മാങ്ങ പറിക്കുന്നത് എത്രപ്പാടാണ് കേട്ടോ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ഒരു മാങ്ങ കിട്ടി. ഇനി ഇതാണ് നമ്മൾ വീട്ടിലെ പൂച്ച കേട്ടോ. ഇനി ഒരു ചുക്കുട് പൂച്ചയാണ്. ക്യാമറ കണ്ട ഓടിപ്പോകും കേട്ടോ. അപ്പോൾ അങ്ങനെ മാങ്ങ കിട്ടി, കഴുകി നമ്മൾ അതിലിങ്ങനെ അങ്ങനെ എന്താ പറയുക, നമ്മൾ വരയിട്ട് ഉപ്പും പറങ്കിയൊക്കെ ഇട്ടിട്ട് നമ്മൾ പ്ലാസ്റ്റിക് കൊട്ടയാണ് കേട്ടോ കെട്ടിയിട്ടുള്ളത്. കാരണം തോർത്തൊക്കെ ആകുമ്പോൾ തോർത്തിനൊക്കെ പച്ച പിടിക്കുന്ന വെച്ചാൽ നമ്മൾ ആദ്യം ഒരു പ്ലാസ്റ്റിക് കവറൊക്കെ ആയി, പിന്നെ തോർത്തൊന്നും കാണാത്തതുകൊണ്ട് ലാസ്റ്റ് അത് പേപ്പർ തന്നെയാണ് പൊതിഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മൾ ഇടിമാങ്ങിയാക്കാൻ പോകുന്നത് കേട്ടോ. ഇനി ഇതൊക്കെ പാക്ക് ചെയ്ത് എൻ്റെ ചേട്ടനാണ് കേട്ടോ. പിന്നെ ചേട്ടനും അനിയനും ഞാനും എല്ലാം കൂടി എവിടെ പോകുന്ന ഇതിന് ഇടിക്കാൻ വേണ്ടിയിട്ട് പോവാം, അലക്കല്ലിനെടുത്തിട്ടോ. എന്നിട്ട് അതിലേക്ക് ഇഷ്ടിക വെച്ചിട്ട് നമ്മൾ ഇടിച്ച് അതിനെ ഇടിമാങ്ങ കേട്ടോ നമ്മളിങ്ങനെ പറയാം. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എനിക്കറിയില്ല. അപ്പം ഇങ്ങനെ ഇടിച്ചിട്ടാകുമ്പോൾ നല്ലൊരു ഫോമിൽ കിട്ടും. അപ്പോൾ തന്നെ പകുതിയെല്ലാം പൊട്ടി പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് വരിക. എന്നിട്ട് ഇത് നമ്മളിങ്ങനെ കഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. വായി തന്നെ കാണുമ്പം നല്ല വായിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എടുത്ത ഒരാളും കഴിച്ച് ടേസ്റ്റ് നോക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒബ്വിയസ്ലി എല്ലാവർക്കും അറിയാമല്ലോ, ഉപ്പും മാങ്ങിയും പറങ്ങിയും കൂടിയുള്ള കോമ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കോമ്പോണ്. സൂപ്പറാണെന്നൊക്കെ കാണാൻ ആക്സിഡൻറ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ അടിപൊളിയാക്കി. ഇനി വേറെ വീഡിയോ കാണാം. ബൈ.